ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരറ്റോ അനാലിസിസ് ആണ്. അതിൽ സ്റ്റെപ്സ് ഇൻ പാരറ്റോ അനാലിസിസ്, യൂസ്ഫുൾനെസ് ഓഫ് പാരറ്റോ അനാലിസിസ്, ബെനിഫിറ്റ്സ് ഓഫ് പാരറ്റോ അനാലിസിസ്, ലിമിറ്റേഷൻസ് ഓഫ് പാരറ്റോ അനാലിസിസ് ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻസ് ഓഫ് പാരറ്റോ അനാലിസിസ്. ഇത്തരം ടോപ്പിക് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ് പാരറ്റോ അനാലിസിസ് എന്ന് ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. Pareto analysis is a technique that can be used for business decision making based on the 80-20 rule. Pareto analysis is based on the idea that 80% of a project's benefits can be achieved by doing 20% of the work, or conversely 80% of problems are traced to 20% of the causes. Pareto analysis was first coined by Italian economist Vilfredo Pareto in his book Cost Economy Politique in 1906. Italian economist Vilfredo Pareto discovered that 80% of the land in Italy was owned by just 20% of the people in the Italy. അപ്പോൾ എന്താണ് പാരറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ്സിലെ ഡിസിഷൻസ് എല്ലാം മേക്ക് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ്. ഇതിൽ എന്തിൻ്റെ ബേസിലാണ്? 80-20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂളിൻ്റെ ബേസിലാണ് ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാരറ്റോ അനാലിസിസിനെ ഒന്ന് എന്താണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റിൻ്റെ 80% ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൻ്റെ 20% വർക്ക് നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് 80% ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമെന്നാണ് ഈ ഒരു ടെക്നിക്ക് കൊണ്ട് പറയണത്. ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡോ പാരറ്റോ ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് കോസ്റ്റ് എക്കോണമി പൊളിറ്റിക്കു പറഞ്ഞിട്ടുള്ള 1906 ഇദ്ദേഹത്തിൻ്റെ ഈ ബുക്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഈ വിൽഫ്രെഡോ പാരറ്റോ എന്ന് പറഞ്ഞ അദ്ദേഹം 80% ഇറ്റലിയിലെ ലാൻഡ് മുഴുവനും അവിടുത്തെ 20% ആയിട്ടുള്ള ആളുകളുടെ ഓണർഷിപ്പിലാണെന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു ബുക്കിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താണ് പാരറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൻ്റെ 80% നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുക ഒരു പ്രൊജക്റ്റിൻ്റെ 20% വർക്ക് നമ്മൾ ചെയ്യുമ്പോഴാണ്. അത്രയാണ് പാരറ്റോ അനാലിസിസ് എന്താണെന്നുള്ളത് കൊണ്ട് പറയണത്. നെക്സ്റ്റ് പറയണത് സ്റ്റെപ്സ് ഇൻ പാരറ്റോ അനാലിസിസ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാത്തിലും പോലെ തന്നെ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഓർ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. ചില സമയത്ത് ഒന്നിലധികം പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ലിസ്റ്റ് ഓർ ഐഡൻറ്റിഫൈ ദി കോസസ് ഓഫ് ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ് നോട്ടിങ് ദാറ്റ് ദർ കുഡ് ബി മൾട്ടിപ്പിൾ കോസസ്. ഒരു പ്രോബ്ലത്തിനാവുമ്പോൾ നമുക്ക് കോസസ് ഉണ്ടായിരിക്കും. ആ കോസസ് കണ്ടുപിടിക്കുക. ചില സമയത്ത് ഒന്നിലധികം മൾട്ടിപ്പിൾ കോസസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് സ്കോർ ദി പ്രോബ്ലംസ് ബൈ അസൈനിങ് എ നമ്പർ ടു ഈച്ച് വൺ ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് ഇമ്പാക്റ്റ് ഓൺ ദി കമ്പനീനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള പ്രോബ്ലംസിന് ഓരോ നമ്പേഴ്സ് അസൈൻ ചെയ്യുക. ദ ഹയർ ദി സ്കോർ ദി ഹയർ ദി ഇമ്പാക്റ്റ്. നമ്മൾ സ്കോർ ചെയ്യുന്നത് ഹയർ സ്കോർ നൽകുന്നതിന് കമ്പനിയുമായിട്ട് ഹയർ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് തേർഡ് പോയിന്റിൽ പറയണത്. ഇനി ഫോർത്ത് പോയിന്റ് ഓർഗനൈസ് ദ പ്രോബ്ലംസ് ഇൻ ടു ഗ്രൂപ്പ്സ് സച്ച് ആസ് കസ്റ്റമർ സർവീസ് ഓർ സിസ്റ്റം ഇഷ്യൂസ്. നമ്മൾ ഈ പ്രോബ്ലംസിനെ ഓർഗനൈസ് ദ പ്രോബ്ലംസ് ഇൻ ടു ഗ്രൂപ്പ്സ്. ഈ പ്രോബ്ലംസിനെ ഗ്രൂപ്പ്സിക്ക് അതായത് കസ്റ്റമർ സർവീസിക്കും സിസ്റ്റം ഇഷ്യൂസിക്കായിട്ട് ഈ ഗ്രൂപ്പ്സിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോബ്ലംസിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഫോർത്ത് പോയിന്റിൽ. ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ആൻ ആക്ഷൻ പ്ലാൻ ടു സോൾവ് ദ പ്രോബ്ലംസ് ബൈ ഫോക്കസിങ് ഓൺ ദി ഹയർ സ്കോർഡ് പ്രോബ്ലംസ് ഫസ്റ്റ്. ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാന് ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഹയർ സ്കോർ നൽകിയിട്ടുള്ള പ്രോബ്ലംസിനെ നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഹയർ ഇമ്പാക്റ്റ് നൽകുന്ന പ്രോബ്ലംസ് നമ്മൾ ഹയർ സ്കോർ നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഹയർ സ്കോർഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് യൂസ്ഫുൾനെസ് ഓഫ് പാരറ്റോ
അനാലിസിസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ടുഡേ പാരറ്റോ അനാലിസിസ് ഈസ് എംപ്ലോയ്ഡ് ബൈ ബിസിനസ് മാനേജേഴ്സ് ഇൻ ഓൾ ഇൻഡസ്ട്രീസ് ടു ഡിറ്റർമൈൻ വിച്ച് ഇഷ്യൂസ് കോസ് ദി മോസ്റ്റ് പ്രോബ്ലംസ് വിത്തിൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓർഗനൈസേഷൻസ് ഓർ സെക്ടേഴ്സ്. ഇപ്പോൾ ഈ ഒരു പാരറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞ ടെക്നിക്ക് എല്ലാ ബിസിനസ് മാനേജേഴ്സും യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഇൻഡസ്ട്രീസിലുണ്ടായിരിക്കുന്ന പ്രോബ്ലംസ്, കോസസ്, ഇഷ്യൂസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സിലും അവർ വർക്ക് ചെയ്യുന്ന സെക്ടേഴ്സിലുള്ള പ്രോബ്ലംസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവയെ സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട്, ആര്? ബിസിനസ് മാനേജേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പോയിൻ്റാണ്, ബൈ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ടു ദി ഇഷ്യൂസ് വിത്ത് ഹയർ സ്കോർസ് കമ്പനീസ് ക്യാൻ സോൾവ് പ്രോബ്ലംസ് മോർ എഫിഷ്യൻ്റ്ലി ബൈ ടാർഗറ്റിംഗ് ദോസ് ഹാവിങ് ദി ഹയർ ഇമ്പാക്റ്റ് ഓൺ ദി ബിസിനസ്. ഈ പാരറ്റോ അനാലിസിസ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നതിലൂടെ, അതായത് ഹയർ സ്കോർ നൽകിയിട്ടുള്ളതെന്ന് പറഞ്ഞു, ഇമ്പാക്റ്റിനനുസരിച്ചാണ് സ്കോർ നൽകുകയെന്ന്. ഹയർ സ്കോറിന് നൽകിയിട്ടുള്ള ആ ഒരു സെക്ടേഴ്സിന് നമ്മൾ കൂടുതൽ റിസോഴ്സസ് കൊടുക്കുന്നതിലൂടെ അവരെ മോണിറ്റർ ചെയ്യണം, അവർ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അവർ ബിസിനസ്സിന് ടാർഗറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ പാരറ്റോ അനാലിസിസ് വഴി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. തേർഡ് പോയിൻ്റാണ്, ഇറ്റ് ഹാസ് മോർ യൂട്ടിലിറ്റി ഇൻ ക്വാളിറ്റി കൺട്രോൾ. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റക്ട് ദി മേജർ കോസസ് ഫോർ ഡിഫക്ട്സ് ഇൻ ദി പ്രൊഡക്ട്സ്. അത് ക്വാളിറ്റി കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ട്സിൻ്റെ ഡിഫക്ട്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റായിട്ട്, ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഈ പാരറ്റോ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ നോയിങ് വിച്ച് പ്രൊഡക്ട്സ് ആർ മോർ പ്രോഫിറ്റബിൾ സോ ദാറ്റ് ദി ഫേംസ് ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് സച്ച് പ്രൊഡക്ട്സ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഏത് പ്രൊഡക്റ്റിനാണ് കൂടുതൽ സെയിലുള്ളത്, അതായത് ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്നും അതനുസരിച്ചിട്ട് അവയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അതായത് നല്ല കൂടുതൽ പ്രൊഡക്ഷനും അതുപോലെ തന്നെ സെയിലുള്ള പ്രൊഡക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവയുടെ സെയിലും അതേപോലെ തന്നെ പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതിനും ഈ പാരറ്റോ അനാലിസിസ് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ മെഷറിങ് ദി പെർഫോമൻസ് ഓഫ് സെയിൽസ് ഫോഴ്സിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ കൂടിയാണ് ഈ പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. സിക്സ്ത് പോയിന്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കസ്റ്റമർ കംപ്ലയിൻറ്റ്സ്. കസ്റ്റമേഴ്സിന് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. ആ കംപ്ലയിൻറ്റ്സിനൊക്കെ നല്ല രീതിക്ക് സോൾവ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള എന്തൊക്കെയാണ് മെഷർമെൻറ്റ്സ്, എന്തൊക്കെ ഈ കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് മാറ്റുന്നതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാം, അതൊക്കെ ചെയ്യുന്നതിന് ഈ പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ സെവൻത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരറ്റോ അനാലിസിസ് സിമ്പിൾ ടെക്നിക്സ് ഫോർ prioritizing possible changes by identifying the problems that will be resolved by making these changes. By using this approach, the firm can prioritize the individual changes that will most improve the situation. ഇവിടെ എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കോർ ചെയ്യുന്നു പറഞ്ഞു, അതനുസരിച്ചിട്ട് സ്കോറിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിലൂടെ കൂടുതൽ പ്രയോറിറ്റി നൽകുന്ന, കൂടുതൽ നമ്മൾ കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്ന, അതായത് കമ്പനിയെ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിനെ നമുക്ക് ഫസ്റ്റ് ആദ്യമേ തന്നെ സോൾവ് ചെയ്യുന്നതിന് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് കമ്പനിക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യുന്നതിലൂടെ കമ്പനിയിൽ ഒരു ബെറ്റർ സിറ്റുവേഷൻ, അതായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈ പാരറ്റോ അനാലിസിസ് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ് റിലേറ്റഡ് പ്രോസസ്സസ്. ഇറ്റ് യൂസ്ഫുൾ ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സ്. ഇത് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സിനുള്ള ഒരു നല്ലൊരു ടെക്നിക്ക് കൂടിയാണ് ഈ പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. The tool can also be used with other situations, such as when firms have a lot of data and you want to analyze it. Second one, when firms want to identify the main cause for most of the problems. Third one, when communicating data with stakeholders. Fourth one, when firms want to prioritize tasks. Fifth one, when firms want to see the relative importance of data.
അതർ സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ക്വാളിറ്റി മാനേജ്മെൻറ്റിന് അതേപോലെ തന്നെ വേറെ സിറ്റുവേഷൻസിലും നമ്മൾ ഈ പാരറ്റോ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ എങ്ങനെയൊക്കെയാണ് ഡാറ്റനെ അനലൈസ് ചെയ്യാൻ, അതേപോലെ തന്നെ മെയിൻ കോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതേപോലെ പ്രയോറിറ്റൈസ് ഓരോ ടാസ്കിനെയും പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റയുടെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പാരറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അതിൽ 10ാമത്തെ പോയിൻ്റാണ് പാരറ്റോ അനാലിസിസ് ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ ഇൻ റിസോൾവിങ് കോൺഫ്ലിക്ട്സ്, particularly if a project involves many moving parts or crosses over many different units or work functions. കോൺഫ്ലിക്ട്സ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ടൂള് കൂടിയായിട്ട് പാരറ്റോ അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയണത്. അതായത് ഒരു പ്രൊജക്ട്സിൽ ഒരുപാട് പാർട്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് യൂണിറ്റ്സും വർക്ക് ഫങ്ഷൻസൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കോൺഫ്ലിക്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു പ്രൊജക്ട്സ് ആക്കിയിട്ട് മാറ്റുന്നതിന് ഈ പാരറ്റോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് പാരറ്റോ അനാലിസിസ് ആണ്. ഫസ്റ്റ് വൺ, ഡ്രോയിങ് എ പാരറ്റോ ചാർട്ട് ഈസ് ഈസി. പാരറ്റോ ചാർട്ട് ഡ്രോ ചെയ്യുന്നതിന് വളരെയധികം എളുപ്പമാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ദ ഡയഗ്രാം ഹെൽപ്സ് സെഗ്രിഗേറ്റ് ദി പ്രോബ്ലംസ് ആൻഡ് ദെയർ കോസസ്. പ്രോബ്ലംസിൻ്റെ കോസസും അതേപോലെ തന്നെ പ്രോബ്ലംസായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കൂടുതൽ ഡെബിക്സ് ചെയ്യാൻ, അതായത് കൂടുതൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പറയുന്നതിന് ഈ ഒരു പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഫോക്കസ് ഓൺ സോൾവിങ് ദ ഫ്യൂ കോസസ് വിച്ച് ആർ ജനറേറ്റിംഗ് ദി മാക്സിമം എമൗണ്ട്സ് ഓഫ് പ്രോബ്ലംസ്. തേർഡ് പോയിന്റിൽ മാക്സിമം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഫ്യൂ കോസസിൽ ഫോക്കസ് ചെയ്യുന്നതിന് ഈ പാരറ്റോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഷോസ് ദി പ്രോബ്ലംസ് ടു ഫോക്കസ് ദാറ്റ് ഗെറ്റ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്ന മേഖലകളിൽ, അതായത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്ന മേഖലകളിൽ കൂടുതൽ നമ്മുടെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പാരറ്റോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ്, ദിസ് ചാർട്ട് ഹെൽപ്സ് വിഷ്വലൈസ് പ്രോബ്ലംസ് ക്വിക്ക്ലി. പ്രോബ്ലംസിനെ കൂടുതലായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നതിന് ഈ പാരറ്റോ ഡയഗ്രാംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ആൻ എക്സലൻറ്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ ആസ് വെൽ. നല്ലൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ടും ഈ പാരറ്റോ അനാലിസിസ് നമുക്ക് യൂസ്ഫുൾ ആണെന്നാണ് പറയണത്. നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് പാരറ്റോ അനാലിസിസ്. ദ പാരറ്റോ പ്രിൻസിപ്പിൾസ് ഈസ് റൂൾ ഓഫ് തം വിച്ച് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ ആൻഡ് കനോട്ട് ബി അപ്ലൈഡ് ഇൻ ഓൾ കേസസ്. ഇതൊരു റൂൾ ഓഫ് തമ്പ്, ഈ പാരറ്റോ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ റൂൾ ഓഫ് തമ്പാണ്. ഇതെല്ലാം എല്ലാ മേഖലകളിലും ഒരേപോലെ ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ടു ഫൈൻഡ് ദ റൂട്ട് കോസസ് ഓഫ് എ പ്രോബ്ലം. സോ ഫേംസ് വിൽ നീഡ് അനദർ ടൂൾസ് സച്ച് ആസ് റൂട്ട് കോസ് അനാലിസിസ് ടു യൂസ് ഇറ്റ് എഫക്റ്റീവ്ലി. ഇത് എല്ലായ്പ്പോഴും ഇതൊരു റൂട്ട് കോസ് ഓഫ് ദി പ്രോബ്ലം ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഫേംസിന് അനദർ ടൂളായിട്ടുള്ള റൂട്ട് കോസ് അനാലിസിസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. തേർഡായിട്ട് പറയുന്നത്, ഇഫ് ദർ ആർ മെനി പ്രോബ്ലംസ് ഫേംസ് മേ നീഡ് മോർ സബ് പാരറ്റോ ചാർട്ട്സ് ടു സെഗ്രിഗേറ്റ് വിച്ച് സംടൈംസ് മേ ബി ക്യൂബസം. അതായത് ഒരു കമ്പനിക്ക് ഒന്നിലധികം പ്രോബ്ലംസ് ഉണ്ടായിരിക്കുമ്പോൾ ഒരുപാട് സബ് പാരറ്റോ ചാർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ, ത്രൂ എ പാരറ്റോ ചാർട്ട് ക്യാൻ ഷോ ദി ഫ്രീക്വൻസി ഓഫ് എ പ്രോബ്ലം, ഇറ്റ് കാനോട്ട് ഷോസ് ദി സെവറിറ്റി. ഒരു പാരറ്റോ ചാർട്ടിന് അതിൻ്റെ പ്രോബ്ലംസിൻ്റെ ഫ്രീക്വൻസി കാണിക്കാൻ പറ്റുവെച്ചാലും അത് ടോട്ടലായിട്ട് ഒരു ഓർഗനൈസേഷനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കാണിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ, ദ പാരറ്റോ അനാലിസിസ് ഫോക്കസ് ഓൺ പാസ്റ്റ് ഡാറ്റ വിച്ച് മൈറ്റ് നോട്ട് ബി സിഗ്നിഫിക്കൻറ്റ് ടു കറൻറ്റ് ഓർ ഫ്യൂച്ചർ സിനാരിയോസ്. അതായത് പാരറ്റോ അനാലിസിസ് ഫോക്കസ് ചെയ്യുന്നത് പാസ്റ്റ് ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണ്. അത് എല്ലായ്പ്പോഴും പ്രസൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരുന്ന ഡാറ്റയായിട്ട് കൂടുതൽ ഇണങ്ങി പോയിക്കൊള്ളണമെന്നില്ല. അതായത് രണ്ടും കൂടി കൂടുതൽ പാസ്റ്റായിട്ട് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഫ്യൂച്ചറിനെ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പാരറ്റോ അനാലിസിസിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്.
നെക്സ്റ്റ് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഓഫ് പാരറ്റോ അനാലിസിസ്. ഫോർ ദി അനാലിസിസ് ഓഫ് റവന്യൂ ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി ടൈം പീരീഡ്. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ടൈം പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഗനൈസേഷൻ്റെ റവന്യൂ ഗ്രോത്ത് ഒക്കെ അനലൈസ് ചെയ്യുന്നതിന് ഈ പാരറ്റോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടു ചൂസ് ഫോർ എനി സ്പെസിഫിക് ഡാറ്റ ആൻഡ് വർക്ക് ഓൺ ഇറ്റ് ഇൻ എ ബ്രോഡ് സെറ്റ് ഓഫ് ഡാറ്റ അവൈലബിൾ. നമുക്ക് ഒരുപാട് സെറ്റ് ഓഫ് ഡാറ്റ കിട്ടുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡാറ്റേനെ എടുത്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യുന്നതിനും അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു കമ്പനിയിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ആ ഡാറ്റ എത്രത്തോളം കമ്പനിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് ആ കമ്പനിയിലുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിന് ഈ പാരറ്റോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, ടു എക്സ്പ്ലെയിൻ ടു അതർ പീപ്പിൾ ദ സെറ്റ് ഓഫ് ഡാറ്റ ഫേംസ് ഹാവ്. അതായത് അതർ പീപ്പിൾസിന് കമ്പനിയുടെ ഡാറ്റേനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ പാരറ്റോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ, ഫോർ ദി അനാലിസിസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ എ സിറ്റി ഓർ കൺട്രി ഓർ ഓൾ ഓവർ ദി വേൾഡ് എവറി ഇയർ. ഓരോ വർഷവും ഒരു കൺട്രിയിൽ ഓരോ വർഷവും ഒരു കമ്പനിയിൽ അതേപോലെ തന്നെ ഒരു സിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ അനലൈസ് ചെയ്യുന്നതിന് ഈ ഒരു പാരറ്റോ അനാലിസിസ് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, ടു ചെക്ക് ദി ഗ്ലോബൽ പ്രോബ്ലംസ് ആൻഡ് ഫോക്കസ് ഓൺ റിസോൾവിങ് ദി മേജർ വൺ. ഗ്ലോബൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്തിട്ട് അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിനും ഈ ഒരു പാരറ്റോ അനാലിസിസ് പറഞ്ഞ ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിക്സ്ത് പോയിന്റ്, ടു ചെക്ക് ദി മേജർ കംപ്ലൈൻറ്റ്സ് കമ്മിങ് ഫ്രം ദി പബ്ലിക് ആൻഡ് റിസോൾവ് ദം ഓൺ പ്രയോറിറ്റി. പബ്ലിക്കിൽ നിന്ന് വരുന്ന മേജറായിട്ടുള്ള പ്രോബ്ലംസിനെ ഡിസ്കസ് ചെയ്തിട്ട് അവയുടെ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സോൾവ് ചെയ്യുന്നതിനും ഈ പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്ന ഈ ടെക്നിക്ക് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അത് അവിടെ നമുക്ക് യൂസ് ചെയ്യാം, അപ്ലിക്കബിൾ ആണെന്നാണ് പറയണത്. താങ്ക് യു. നമ്മൾ എന്തൊക്കെ നോക്കി? പാരറ്റോ അനാലിസിസ് എന്തൊക്കെ നോക്കി? സ്റ്റെപ്സ് നോക്കി, അതിൻ്റെ യൂസ്ഫുൾനെസ് നോക്കി, ബെനിഫിറ്റ്സ് നോക്കി, ലിമിറ്റേഷൻസ് നോക്കി, അതുപോലെ ആപ്ലിക്കേഷൻസ് നോക്കി. ഓക്കെ, ഇത്രയാണ് എൻ്റെ ടോപ്പിക് പാരറ്റോ അനാലിസിസ്. താങ്ക് യു.